നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിസന്ധികളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു വലിയ യാത്രയാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ നമ്മെ മാനസികമായി തളർത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വലിയ അപകടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് മാനസികമായി സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ, എന്നാൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധികളെക്കുറിച്ചാണ്. നിങ്ങളുടെ പങ്കാളിയും, അത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന വ്യക്തിയോ ആകാം. അതായത് നിങ്ങൾ വളരെ സമാധാനത്തോടു കൂടിയും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾ തന്നെയായിരിക്കാം. അത്തരം കുടുംബങ്ങളിലേക്ക്, അത്തരം കുടുംബ ബന്ധങ്ങളിലേക്ക് മൂന്നാമതൊരാളുടെ സ്വാധീനം കടന്നു വരുന്നു. അതായത് നിങ്ങളുടെ ജീവിതം എങ്ങനെ തകിടം മറിഞ്ഞു എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി, നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി എന്തൊക്കെ ചതികളാണ് ചെയ്തത്, എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഴിച്ചുവിട്ടത്, ഇതെല്ലാം നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അധ്യായം നിങ്ങളിലേക്ക് എത്തിയതും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വഴിപാടുകളുമെല്ലാം ആത്മാർത്ഥത നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള സൂചനകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കേണ്ടവർ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ നെഗറ്റീവ് ക്രിയകളും ആഭിചാരങ്ങളും പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി രക്ഷാ കവചമൊരുക്കും. അത് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഒരു ഉത്തരം തന്നെയാണ്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, നിങ്ങളുടെ വഴിപാടുകൾക്ക് ഫലമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അധ്യായം കാണുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ഒത്തുപോകണമെന്നില്ല. നിങ്ങളുടെ ജീവിതവുമായി, നിങ്ങളുടെ സാഹചര്യവുമായി ഏതു ഭാഗമാണോ ഒത്തുപോകുന്നത് അതുമാത്രം നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി നിർത്താൻ ശ്രമിക്കുക. അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളും എനർജികളും നമ്മുടെ ലൈഫിലേക്ക് ആകർഷിക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഇത്തരം ആഭിചാരം വഴി അല്ലാതെയും നെഗറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളം കടന്നു വരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള നെഗറ്റീവ് ഊർജം നമുക്കൊപ്പമുണ്ട്. ആ നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നാം പല പ്രതിസന്ധികളിലും സ്വയം ചെന്ന് ചാടാറുണ്ട്. പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നും. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇന്നത്തെ പല സംഭവങ്ങളും എല്ലാവരും സ്വമേധ്യ ചെയ്യുന്നതായിരിക്കണമെന്നില്ല. ഇത്തരം നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ പല തെറ്റുകളും ചെയ്തു പോകുന്നു. അത് നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്നു. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ നാം ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജം കടന്നു വന്നുവെങ്കിൽ, നിങ്ങൾ അതുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി, അതായത് കണ്ണീർ, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അതിവിദഗ്ധമായിട്ടാണ് ഇത്തരം ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ കടന്നു വരുന്നത്. അവർ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ എവിടെയെങ്കിലും പോവുകയോ സമയം ചിലവഴിക്കുകയോ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിൽ മനഃപൂർവ്വം കയറി വരിക. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ തന്നെയായിരിക്കാം. നിങ്ങളെ സ്ഥിരം കാണുകയും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വിജയമെല്ലാം നേരിൽ കണ്ട് നോക്കി നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കാം. എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. സമീപകാലത്തായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു. നിങ്ങൾ സ്നേഹിച്ചവർ തമ്മിൽ യാതൊരു കാരണവുമില്ലാതെ വലിയ വാക്കുതർക്കങ്ങളും വഴക്കുകളും പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു.
നിങ്ങൾ ഇതിനു മുൻപ് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് സോൾവ് ആകുമായിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ വലിയ രീതിയിൽ ബാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്രയും വലിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുവാനും നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുവാനും നിങ്ങൾക്കെതിരെ ഉന്നയിക്കുവാനും തുടങ്ങി. ഈ മാറ്റങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ ഈ ഇത്തരം ആളുകൾ തന്നെയാണ്. ഓരോ തവണയും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അവർ പല രീതിയിലുള്ള നെഗറ്റീവും കൊണ്ടുവരാൻ ശ്രമിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പലതും നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയെന്ന് മാത്രം. എന്നാൽ ഇതാ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വീണ്ടും കടന്നു വരാൻ പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചതുകൊണ്ട് ഇതിനെ മറികടക്കുവാൻ സാധിക്കും. നിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ദുർമന്ത്രവാദവും നിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഊർജ്ജവും പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കാണും. പല രീതിയിലുള്ള അസുഖങ്ങൾ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും തകർച്ച, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് കടം പെരുകി വരാനുള്ള സാധ്യതയും ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇത്തരത്തിൽ ധാരാളം നെഗറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും നിങ്ങൾക്കും അപകടങ്ങൾ പോലും സംഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും യാദൃശ്ചികമല്ല. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഊർജ്ജമുണ്ട്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ധാരാളം ഊർജ്ജങ്ങളുണ്ട്. എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ പോസിറ്റീവ് ഊർജ്ജമാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗുണഫലവും നമുക്ക് ലഭിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ നമ്മുടെ ജീവിതം തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ, നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ, അത്തരം ആളുകളിൽ നിന്നാവുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയാവും. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് തടസ്സങ്ങൾ അനുഭവപ്പെടുക, നിങ്ങൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങൾ, നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച, പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോവുക, അപകടങ്ങൾ സംഭവിക്കുക, ഉറക്കമില്ലാത്ത രാത്രികൾ, അതായത് മനസമാധാനം നഷ്ടപ്പെടുക, ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം പറയുന്ന രീതിയിൽ, നാം പറയുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ യാദർച്ഛികമായി അല്ലാതെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണയുണ്ടാവണം. അതായത് ആരൊക്കെയാണ് നമ്മെ സംരക്ഷിക്കുന്നതെന്നും ആരൊക്കെയാണ് നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നതെന്നും നമുക്ക് കൃത്യമായ ധാരണയുണ്ടാവണം. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനാണ്, അല്ലാതെ മറിച്ച് അവരെ ഉപദ്രവിക്കുവാനല്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ഈ പ്രപഞ്ചം നൽകിക്കൊള്ളും. അവരെ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായ ഒരിടം അവർക്കുണ്ടാകും. കാലത്തിൻ്റെ തിരിച്ചടികൾ അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും. നാം കാണാറില്ലേ, നമുക്ക് ചുറ്റുമുള്ള പല ദുഷ്ടന്മാരെയും ഭഗവാൻ കൈകാര്യം ചെയ്യുന്ന രീതികൾ നാം തന്നെ പറയാറില്ലേ, അതെല്ലാം അവരുടെ കർമ്മഫലം തന്നെയാണ് അനുഭവിക്കുന്നതെന്ന്. നിങ്ങളുടെ കർമ്മഫലം, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയും സത്യസന്ധമായതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്തരം സൂചനകൾ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ അപകടത്തിലാവുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള കാര്യങ്ങൾ, അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു നൽകുന്നത്. ഇത്തരം സന്ദേശങ്ങൾ എല്ലാവരിലും എത്തണമെന്നില്ല. ഭഗവാന് വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ മാത്രമേ, അവർക്ക് മാത്രമേ ഇത്തരം സന്ദേശങ്ങൾ കേൾക്കുവാനും കാണുവാനുമുള്ള മനസ്സുണ്ടാവൂ. നെഗറ്റീവ് ശക്തി ജീവിതത്തിൽ ഉടനീളം ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ദേഷ്യമാവും ഒരുപക്ഷെ കടന്നു വരുന്നത്. അതാ ദുഷ്ടശക്തിയുടെ പ്രവർത്തനമാണ്. ദുഷ്ടശക്തി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നാം വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും. അതുകൊണ്ട് തന്നെയാണ് നാം പറയാറുള്ളത്, സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്ത് ഭഗവാന്റെ ആ ചൈതന്യം ജീവിതത്തിൽ നിലനിർത്തണമെന്നും. വാസ്തുശാസ്ത്രപ്രകാരം ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ദുഷ്ടശക്തികൾക്കും നെഗറ്റീവ് ഊർജ്ജത്തിനും പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അവയെല്ലാം പടിക്ക് പുറത്തു നിൽക്കുക തന്നെ ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് യുക്തിപരമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും തീരുമാനിക്കുവാനും സാധിക്കും. ഭഗവാന്റെ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നമ്മുടെ കുടുംബദേവതയെ നാം നിത്യവും രാവിലെ ഉറക്കം ഉണർന്ന ഉടൻ മനസ്സിൽ ധ്യാനിക്കുക.
രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. ഇതെല്ലാം ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക. അത് എത്ര വേണ്ടപ്പെട്ടവർ തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതം പ്രതിസന്ധികളാവുമ്പോൾ, നമ്മുടെ ജീവിതവും ജീവനും അപകടത്തിലാണെന്ന് മനസ്സിലാവുമ്പോൾ അത്തരം ആളുകളിൽ നിന്ന് അകന്ന് പോസിറ്റീവായുള്ള ആളുകളിലേക്ക് ചേക്കേറുക. പോസിറ്റീവായ മനുഷ്യർക്കൊപ്പം സമയം ചിലവഴിക്കുക. ഇത്തരം ഭഗവാന്റെ മുന്നറിയിപ്പുകളെ വേണ്ട രീതിയിൽ വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ദുഷ്ടശക്തികളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ പ്രയാസങ്ങളും തുടർച്ചയായി സംഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും യാദൃശികമായി സംഭവിക്കുന്നതായി കണക്കിലെടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകൾ ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നതാരാണോ അവർക്ക് തക്കതായ ശിക്ഷ നൽകാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ എല്ലാം ഏൽപ്പിക്കുക. അല്ലാതെ നിങ്ങൾ അവർക്കെതിരെ തിരിയുവാനോ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ സമാധാനം തകർക്കുന്നതിനോ ശ്രമിക്കരുത്. അവർക്കുള്ള മറുപടി ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പോലും മറ്റൊരാളുടെ തകർച്ചയോ നാശമോ ആഗ്രഹിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും. അത്തരം പ്രാർത്ഥനകൾക്കൊന്നും ഭഗവാൻ ഉത്തരം നൽകുകയില്ല. നിങ്ങളുടെ ശത്രു എത്ര വലിയ ധനികനായിരുന്നാലും എത്ര വലിയ ശക്തനായിരുന്നാലും ഈ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ അവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കരുത്. അവർ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അവർക്ക് തന്നെ മറുപടി ലഭിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ അനുഭവിച്ച് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുകയുള്ളൂ. നിങ്ങൾ ഈ ഒരു ഇടവമാസം കഴിയുന്നതുവരെ ഒരൽപ്പം ജാഗ്രത പാലിക്കുക. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി ചെയ്യുക. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം നീക്കുക. ഈ പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഇത്തരം പ്രതിസന്ധികളെ നിങ്ങൾക്കൊരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ഭയാനകമായ കാര്യം കാണാൻ സാധിക്കുന്നത്, ഇത്തരം ആളുകൾ ക്ഷേത്രങ്ങളിലും മറ്റും ആരാധനാലയങ്ങളിലുമൊക്കെ പോകുന്നത് ദൈവഭക്തി കൊണ്ടല്ല, മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുവാനും മറ്റുള്ളവരുടെ സ്വന്തം വരുതിയിലാക്കാനും വേണ്ടി മാത്രമാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരെ കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കാൻ വിചാരിക്കുന്നത്, അത് ഏത് കുൽസിത മാർഗത്തിലൂടെയും നേടിയെടുക്കുന്ന ഒരു കടുത്ത സ്വാർത്ഥ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഇത്തരം വ്യക്തികൾ. ദൈവത്തെ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു അടിമയെ പോലെ ഉപയോഗിച്ച് തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ പല ദുഷ്ടകർമ്മങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. പങ്കാളിയെ ഒരു ലോകമായി കണ്ട് ജീവിച്ച ആളുകളുടെ ആ സന്തോഷത്തെ പോലും ഈ ക്രൂരമായ വ്യക്തി തകർത്തു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത ക്രൂരമായ മനസ്സിനുടമയാണിവർ. മൃഗങ്ങളോടോ സ്വന്തം അച്ഛനമ്മമാരോട് പോലും ഇവർക്ക് യാതൊരുവിധ സ്നേഹവും ഉണ്ടാവില്ല. ഇവർ ആരെയും സഹായിച്ചാലും സ്നേഹിച്ചാലും അതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവും. ഇവർ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയുടെ കയ്യിൽ നിന്ന് പോലും വലിയ രീതിയിൽ സാമ്പത്തികം ഇവർ കൈക്കലാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ സാമ്പത്തികമായി തകർക്കുക എന്നതും ഇവരുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്തരം ദുഷ്ടശക്തികളുടെ കൈകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നാം പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നേറുക. ഇത്തരം ദുഷ്ടശക്തികളിൽ നിന്ന് അകലം പാലിക്കുക. ഇത്തരം മനുഷ്യന്മാരെ അകറ്റി നിർത്തേണ്ടത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകുവാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊപ്പം ഈ പ്രപഞ്ചമുണ്ട്, ഈ പ്രപഞ്ചശക്തിയുണ്ട്, ഭഗവാനുണ്ട്. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം.